إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരങ്ങളെ, പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ മഹദിയുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. കൈകളൊക്കെ തഴമ്പ് പിടിച്ചിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ. മുഖമൊക്കെ വല്ലാത്ത ക്ഷീണമുള്ള അവസ്ഥയിലാണ് അലി റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നത്.
എന്തിനാണ് പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ചാൽ ഉപ്പാന്റെ അടുക്കൽ പറയണം, ഞാൻ വല്ലാതെ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്കൊരു ഹാദിമിനെ, ഒരു സേവകൻ എനിക്ക് വേണം, എന്റെ ജോലിയിൽ ഒന്ന് സഹകരിക്കാനും പണികളൊക്കെ കുറച്ച് എടുത്ത് സഹായിക്കാനും ഒക്കെയുള്ള ഒരു ഹിദ്മത്ത് എടുക്കാൻ, എന്റെ ജോലിയിൽ സഹായിക്കാൻ എനിക്കൊരു സേവകനെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുന്നത്. ഇത് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് രണ്ടുപേരുടെയും ശരീരത്തിൽ കൈവച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, മോളെ, ഇന്ന് മുതൽ നീ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്നതിന് മുമ്പ് അവിടുന്ന് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നിന്റെ ജോലിക്ക് സഹായിക്കാൻ നിനക്കൊരു ഖാദിമിനേക്കാൾ ഖൈറായിട്ടുള്ള ഒന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വന്തം മകളോട് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ക്ഷീണിച്ച് വേഗം കിടന്നുറങ്ങിക്കോ മോളെ എന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ ഉപദേശിച്ചത്. മോളെ, ഇനി കിടക്കുമ്പോ ഒന്നുകൂടി റബ്ബിനെ ഓർത്തുകൊണ്ട് കിടക്കണേ. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലി, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം ചൊല്ലി, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചൊല്ലി കിടക്കാൻ ശ്രദ്ധിക്കണേ എന്നാണ്. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും പലയിടങ്ങളിലും ശിശുദിനം എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ദീനിയായ വിഷയങ്ങളിലുള്ള വളർച്ചയും ഉയർച്ചയും. ഒരു ദിവസമെങ്കിലും ഒരു ദീനിന്റെ വിഷയം എന്റെ മകളോട്, എന്റെ മകനോട്, എന്റെ മക്കളോട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. നിങ്ങൾ ആലോചിച്ചു, ഈ ഒരു കാര്യത്തെ കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് അന്ന് ഞങ്ങളെ ഈ ഒരു ദിക്ർ പഠിപ്പിച്ചതിന് ശേഷം ഒരു രാത്രി പോലും, ഒക്കെ നമ്മൾ ചിന്തിക്കണോട്ടോ, ഒരു രാത്രി പോലും ഇത് ചൊല്ലാതെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയോ? യുദ്ധം എന്ന് പറയുമ്പോൾ വല്ലാത്ത അങ്കലാപ്പും വല്ലാത്ത ചിന്തയൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ, അന്നത്തെ രാത്രിയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ഫി സിഫീൻ, സിഫീനിന്റെ രാത്രിയോ ഇല്ല, അത് ചൊല്ലാതെ ഞാൻ കിടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഖുത്ബകളായിട്ടും പല പല സംസാരങ്ങളായിട്ടും പല ക്ലാസുകളായിട്ടും എത്ര നന്മകൾ സഹോദരങ്ങളെ നമ്മളൊക്കെ കേൾക്കുന്നു, ഹദീസുകൾ നമ്മളൊക്കെ വായിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. എത്രത്തോളം ഇതൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കട്ടെ. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് നമ്മുടെ ദിക്റുകളുടെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. നമ്മളൊക്കെ ദിക്ർ ചൊല്ലുന്നിടത്ത് നമ്മൾ എവിടെയാണ്? ഇന്ന് രാവിലെ എഴുന്നേറ്റു, സുബഹി നിസ്കരിച്ചു, ആ പള്ളിയിലിരുന്ന് രാവിലത്തെ സ്വബാഹ അദ്കാർ സ്വബാഹ് ഞാൻ ഇന്ന് ചൊല്ലിയിട്ടുണ്ടോ? രാവിലെ സുബഹി കഴിഞ്ഞപ്പോ ആ നിസ്കാരത്തിന് ശേഷമുള്ള ആ അദ്കാറുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇന്ന് ഞാൻ ചൊല്ലിയോ? ഇന്നലെ ഞാൻ ചൊല്ലിയോ? രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ടോ?
വാഹനത്തിൽ കയറിയപ്പോൾ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു നാട്ടിൽ ചെന്നിറങ്ങുമ്പോ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്, ഞാൻ ചൊല്ലിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കട്ടെ. ദിക്ർ എന്ന് പറയുന്നത് വലിയ സുരക്ഷിതത്വമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. പലപ്പോഴും ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബ ഗ്രൂപ്പിലൊക്കെ അദ്കാറുകളുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോ പാവപ്പെട്ട സാധുക്കളായ അറിവില്ലാത്ത അതല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോയ പലരും തിരിച്ചു മെസ്സേജ് അയക്കാം, അല്ല നിങ്ങൾക്കൊക്കെ ദിക്റുണ്ടോ? ഒരു തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ ആരോ ഒക്കെ മനഃപൂർവം കെട്ടിച്ചമച്ച് ഇല്ലാത്ത ആരോപണങ്ങളെ പലപ്പോഴും സമൂഹത്തിലേക്ക് അഴിച്ചുവിടുകയാണ് ഈ വിഷയത്തിലൊക്കെ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ദിക്ർ അല്ലാഹുവും അവിടുത്തെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിക്റുകൾ അതിന്റെ രൂപത്തിൽ, അതിന്റെ എണ്ണത്തിൽ, അതിന്റെ കോലത്തിൽ അത് എപ്പോൾ ചൊല്ലാൻ പറഞ്ഞോ ആ സമയത്ത് ചൊല്ലുക എന്നത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും വളരെയധികം അത്യാവശ്യവുമുള്ള കാര്യമാണ്. കാരണം ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയാം, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്തിനെ കുറിച്ചാ? ബിഖൈരി അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഹൈറായിട്ടുള്ള ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന ഒരു കർമ്മത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വഹയ്യിലകും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വറഖ്, അതുപോലെ തന്നെ നിങ്ങൾ സ്വർണവും നാണയങ്ങളും ചെലവഴിക്കുന്നതിനേക്കാൾ ഹൈറായിട്ടുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ ഹൈറായിട്ടുള്ള കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്തിദാ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞു തന്നാലും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല ദിക്റുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യലാണ്, ഓർക്കലാണ്, സ്മരിക്കലാണ്. അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകളെ ചൊല്ലുക എന്നതാണ് അഫ്ദലായിട്ടുള്ള ഖൈറായിട്ടുള്ള കർമ്മമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. ഇന്ന ദിക്റുല്ലാഹി അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് ദിക്ർ ചൊല്ലുക എന്നത്. ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങളിൽ പെട്ടതാണ് ദിക്ർ ചൊല്ലുക എന്നത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്ന് പറയുന്നത് അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന ദിക്ർ. ആ ദിക്റിനെ കുറിച്ചല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിഫ്താഹുൽ ഇസ്ലാം വ മിഫ്താഹുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ താക്കോലാണ്, ഇസ്ലാമിന്റെ താക്കോലാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തുൽ തൗഹീദിന്റെ വചനം, കലിമത്തുൽ ഷഹാദ ചൊല്ലുമ്പോഴാണ് അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ദിക്റുകളെ കുറിച്ചുള്ള ഒരു അലസത ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. നോക്കി, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഅഖിമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ വൃത്തികേടിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിന്നെ അകറ്റുന്നതാണ്. എന്നിട്ട് പഠിപ്പിക്കുന്നു, വലിദിക്രില്ലാഹി അക്ബർ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ടല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, ഇന്നമാ ജുഅല തവാഫു ബിൽ ബൈത്തി, കഅബയെ തവാഫ് ചെയ്യുന്നതും വബൈന സഫാ വൽ മർവത്തി, സഫാ മർവയിൽ സഈ ചെയ്യുന്നതും വറമിയുൽ ജിമാരി, ജംറകളിൽ കല്ലെറിയുന്നതും എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇഖാമത്തി ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടിയാ. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇതൊക്കെയാണ് തവാഫിൽ അധികരിക്കുന്നത്, ഇതൊക്കെയാണ് സഈൽ അധികരിക്കുന്നത്, ഇതൊക്കെയാണ് ജംറകളിൽ കല്ലെറുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ലേ കല്ലെറിയാൻ പഠിപ്പിച്ചത്. ഇതൊക്കെ ദിക്റിന് വേണ്ടിയാണ്. എന്താ ദിക്ർ ചൊല്ലിയാലുള്ള ഗുണം? പണ്ഡിതന്മാർ പറയാ, ഇന്ന ദിക്റല്ലാഹി യത്റുദു ശൈത്താൻ, തീർച്ചയായും അല്ലാഹുവിനെ ഒരാൾ ദിക്ർ ചൊല്ലുമ്പോ അതിലൂടെ പിശാചിനെ അവൻ ആട്ടുകയാണ് അവന്റെ ജീവിതത്തിൽ നിന്ന്. അല്ലെ, പിശാചിനെ അകറ്റി നിർത്തണം, ദിക്ർ കൊണ്ട് അകറ്റി നിർത്തണം. സഹോദരങ്ങളെ, നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ കച്ചകെട്ടി ഇറങ്ങിയവൻ നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ സുജൂദ് ചെയ്യില്ല, ഞാൻ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയവന് സുജൂദ് ചെയ്യുകയോ, ഞാൻ തീ കൊണ്ടല്ലേ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യത്തെ കിബർ കാണിച്ചവൻ, അഹങ്കാരം കാണിച്ചവൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അടിമകളുടെ വഴികളിൽ ഞാൻ ഒളിച്ചിരിക്കും, അവരെ ഞാൻ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വാശിയോടെ ഇറങ്ങി പുറപ്പെട്ടവൻ അവനെ അകറ്റാനുള്ള മാർഗമാണ് എന്ത്? ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയെന്നുള്ളത്. അതുപോലെ തന്നെ വയുർദി അർ-റഹ്മാൻ, പരമകാരുണ്യകന്റെ തൃപ്തി നേടാനുള്ള വഴിയാണ്. വയസീദുൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗമാണ്. അതുപോലെ തന്നെ വദിക്റുല്ലാഹി യുസീലു അനിൽ ഖുലൂബിൽ ഹുമൂം വൽ അഹ്സാൻ, എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും നീക്കം ചെയ്യാനുള്ള ഉപാധിയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. അല്ലേ, ദിക്ർ എന്ന് പറഞ്ഞാൽ അതാ അല്ലാഹുവിനെ ഓർക്കുക. ഏത് പ്രശ്നത്തിൽ കുടുങ്ങി നിന്നാലും അല്ലാഹുവിനെ യഥാവിധി ഓർത്തു നോക്കി. ആരാ അല്ലാഹ്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലേ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള റബ്ബിനെ ഒരാൾ ഓർക്കുമ്പോൾ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, അവന്റെ ദുഃഖങ്ങൾക്ക് അറുതിയായി, അവന്റെ പ്രയാസങ്ങൾക്ക് അതേ ഒരു ആശ്വാസമായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നോക്കിയ ഒരാൾ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖുദ്സിയായ ഹദീസിലൂടെ പറയാ. എന്താ ഖുദ്സി എന്ന് പറഞ്ഞാൽ? ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞു എന്ന് ഹദീസുകളിൽ പ്രയോഗം ഉണ്ടാകുമ്പോഴാണ് ആ ഹദീസുകളെ ഖുദ്സിയായ ഹദീസ് എന്ന പ്രയോഗത്തിലേക്ക് വരുന്നത്. ആ ഹദീസിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു പറയാം. വ അന മഅഹു ഇദാ ദക്കറനി ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി, അവൻ അവന്റെ നഫ്സിൽ, അവന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദക്കറതുഹു ഫീ നഫ്സി, അവനെ കുറിച്ച് ഞാനും ചിന്തിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞ സഹോദരങ്ങളെ, എന്തു വലിയ ലാഭ, എന്തു വലിയ നേട്ടമാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? റബ്ബിനെ നീ ഓർക്കാൻ തയ്യാറുണ്ടോ? റബ്ബിനെ നീ സ്മരിക്കാൻ ഒരുക്കമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാ, അല്ലാഹു പറഞ്ഞ വാചകമായിട്ട്, വഇൻദകറനി ഫീ മലഇ, ഒരു സംഘത്തിന്റെ അടുക്കൽ വെച്ച് നീ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ദക്കറതുഹു ഫീ മലഇ ഖൈരിൻ മിൻഹും, അതിനേക്കാൾ വലിയ സദസ്സിന്റെ മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ ഓർക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ദിക്ർ ചൊല്ലാൻ മറന്നു പോകണ്ട. അതുകൊണ്ട് വമൻ ജലസ വഹീദൻ, ആരെങ്കിലും ഒറ്റയ്ക്കിരുന്ന് സമയമുണ്ട്, ഇപ്പൊ എന്താ ചെയ്യാ, ഞായറാഴ്ചയാണ്, ബോറടിക്കുന്നു, സമയം എങ്ങനെ ചെലവഴിക്കുക, 1 മണിക്കൂറുണ്ട്, എന്താ ചെയ്യാ, വെറുതെ ഇരിക്കുകയാണ്, ഒരാളെ കാത്തിരിക്കണം, എന്താ ചെയ്യാ? സഹോദരങ്ങളെ, ദിക്റുകൾ ചൊല്ല്, അദ്കാറുകൾ വർദ്ധിപ്പിക്ക്, അല്ലാഹുവിനെ സ്മരിക്ക്. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, അത് പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ആ ദിക്റുകൾ ഓരോന്നും മീസാനിന്റെ കനം തൂങ്ങുമെന്നല്ലേ? മീസാൻ ഇങ്ങനെ കനം തൂങ്ങാൻ ദിക്ർ
ദിക്റുകൾ കൊണ്ട് സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അവിടുന്ന് പറയുന്നുണ്ട്, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടരെ കുറിച്ച് പറയുമ്പോ സബഅത്തു യുദില്ലുഹുല്ലാഹു ഫീ ദില്ലിഹി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഒരു ദില്ലുമില്ലാത്ത സമയമുണ്ടല്ലോ, ഒരു തണലുമില്ലാത്ത സമയത്ത് 7 വിഭാഗത്തിന് അർശിന്റെ തണൽ കിട്ടുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ അതിലൊരു വിഭാഗം ഏതാണെന്നറിയോ? വറജുലുൻ, ഒരു മനുഷ്യനാണ്, അവൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയാണ്. ഖാലിയൻ, ഒറ്റയ്ക്കിരുന്നു കൊണ്ടാണ് ദിക്ർ ചൊല്ലുന്നത്. അല്ലാഹുവിനെ ഓർക്കുന്നത് ഒറ്റയ്ക്കിരുന്നു കൊണ്ടാണ്. റബ്ബിനോട് ആർപ്പൊരുക്കി വെച്ച നരകത്തെ കുറിച്ച് പേടിച്ചുകൊണ്ട് കരയുകയാണവൻ. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ട്. അവൻ ഇങ്ങനെ കരയുകയാണ്, റബ്ബേ, ഈ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അതിലേക്കെങ്ങാനും വിട്ടുപോകുമോ അറിയില്ല റബ്ബേ, തെറ്റ് ചെയ്തിട്ടുണ്ട് നാഥാ, അറിഞ്ഞ ചെയ്ത തെറ്റുകൾ ഇതാ ഞാൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ മാപ്പാക്കണേ, റബ്ബേ നീ പുറത്തിട്ടില്ലെങ്കിൽ എന്റെ കാര്യം ഇഷ്ടമാ. അവനിങ്ങനെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റബ്ബിനോട് പറയാ, നീ ഒരുക്കിയ സ്വർഗമുണ്ടല്ലോ റബ്ബേ, ആ സ്വർഗം എനിക്ക് കിട്ടുമോ എന്ന പേടി എനിക്കുണ്ടല്ലാ, എനിക്ക് നൽകണേ എന്ന ചോദ്യമാണ് അവൻ ചോദിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവന് അർശിൽ ഒന്നാമതായി ആർക്കും തണലില്ലാത്ത സമയത്ത് തണൽ ലഭിക്കുന്ന ഒരു വിഭാഗമാണെന്ന് പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, മടിയെന്തിനാ, മാറി നിൽക്കുന്നതെന്തിനാ? ദിക്ർ ചൊല്ലാൻ ഒരു മടിയും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, ത്വയ്യിബായിട്ടുള്ള നല്ലതായിട്ടുള്ള വാക്കുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും എന്ന് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാ അത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ, അല്ലാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുക, തഹ്ലീൽ ചെയ്യുക, തഹ്മീദ് ചെയ്യുക, സുബ്ഹാനല്ലാഹ് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അൽഹംദുലില്ലാഹ് നിങ്ങൾ പറയുക. സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ പറയുക എന്നത് നിങ്ങളുടെ കർമ്മങ്ങൾക്ക്, നിങ്ങളുടെ മീസാനുകൾക്ക് കനം തൂങ്ങാനൊക്കെയുള്ള കാരണങ്ങളായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു നിരക്കുമുള്ള ഒരു അലസതയും ആ വിഷയത്തിൽ പാടില്ല. എനിക്കിന്ന സമയം ഇതിനുള്ളതാണ്, ഒരു ടൈം ടേബിൾ ഒരു വിശ്വാസിക്കുണ്ടാകണം. നിസ്കാരം കഴിഞ്ഞാൽ ഇത്ര നേരം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുള്ളൂ, അത് കഴിഞ്ഞിട്ട് മതി, അതിനുള്ള തിരക്കേ എനിക്കുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ എങ്ങോട്ടാ ഈ തിരക്ക് പിടിച്ചോടണേ? എങ്ങോട്ടാ തിരക്ക് പിടിച്ചോടണേ? നമ്മുടെ മരണത്തിലേക്കല്ലാതെ എങ്ങോട്ടാ നമ്മുടെ ഓട്ടമെന്നറിയോ? നമ്മുടെ മരണത്തിലേക്കാ നാം ചെല്ലുന്നത്, നമ്മുടെ മരണത്തിലേക്കാ. ആ മരണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഓടി ഓടി നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോ എന്തുണ്ട് കയ്യിലെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്തെന്റെ കയ്യിലുള്ളത്? ആ മരണം കഴിഞ്ഞ് റബ്ബിന്റെ അടുക്കലേക്ക് ഞാൻ കൊടുക്കാൻ എന്ത് പാതേയമാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഓരോ സമയങ്ങളും കൃത്യമായി പരിഗണിക്കണം. റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾ നിസ്കരിക്കാൻ വന്നിട്ട് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊക്കെ ചൊല്ലി ആ നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലുമ്പോൾ അവന്റെ ഹജ്ജ് ചെയ്ത കൂലിയാണ്, ഉംറ ചെയ്ത കൂലിയാണ്. ഹബീബുനാ റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഒരു ഉംറ ചെയ്ത കൂലി. ഒരു നിസ്കാരം കഴിഞ്ഞ് ആ ദിക്ർ ചൊല്ലി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഉംറ ചെയ്ത കൂലി. സുബഹിക്ക് വന്നാൽ എത്ര കൂലിയാ? 3 ഉംറ ചെയ്ത കൂലിയുണ്ട്. ഒരാൾ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് വന്നാൽ ആ പള്ളിയിൽ വന്ന് അവനിതാ നിസ്കരിക്കുന്നു, ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. അവൻ പഠിക്കാൻ വേണ്ടിയാ പള്ളിയിലേക്ക് വന്നത്, അവൻ ഖുർആൻ ഓതാൻ വേണ്ടിയാ പള്ളിയിലേക്ക് വന്നത്. അങ്ങനെയൊക്കെ ഓരോ സിഫത്തും ഓരോ വിശേഷണവും എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഓരോന്നിനും ഓരോ ഉംറ ചെയ്ത കൂലിയെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ പഠിക്കുന്നു, അവൻ അദ്കാറ് ചെല്ലുന്നു, അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി ഉദയം വരെ ഇരുന്ന്, എന്നിട്ട് ഉദയം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കുന്നു. 3 തരത്തിലുള്ള ഉംറയുടെ കൂലിയാണ് ഹദീസുകളിൽ പരിചയപ്പെടുത്തിയത്. സഹോദരങ്ങളെ, എത്ര നന്മയാണ്, എത്ര പുണ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ചില ആൾക്കാർ പറയും എനിക്ക് രാവിലെ ഒന്നും സമയമില്ല, ഞാൻ എന്ത് ചെയ്യാം? എനിക്കെന്ന സമയം? ഞായറാഴ്ച സമയമുണ്ട്, ഞായറാഴ്ച നീ അതിൽ ഉപയോഗപ്പെടുത്ത്.
എങ്കിലോ തിങ്കളാഴ്ച ആ സമയമാകുമ്പോൾ നിനക്കൊരു വേദന ഉണ്ട്, റബ്ബേ ഞാൻ വീട്ടിൽ ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ ഞാൻ അദ്കാർ ചൊല്ലിയിരുന്നു. അന്ന് നിനക്ക് ആ കൂലി രേഖപ്പെടുത്തും. കൂലി തരുന്നവൻ റബ്ബാണ്, പ്രതിഫലം നൽകുന്നവൻ റബ്ബാണ്. നമ്മുടെ വിഷമത്തിനും പ്രയാസത്തിനും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോ അദ്ദേഹം ജുമുഅക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഒരുങ്ങി റെഡിയായിട്ട് എന്ത് ചെയ്യും, ജയിലിന്റെ വാതിൽ വരെ വരും. പറവുകാരൻ പറഞ്ഞു കൊടുക്കും, പുറത്തു പോകാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കും. അദ്ദേഹം വിഷമത്തോടെ തിരിച്ചു പോകും. പിറ്റേ വെള്ളിയാഴ്ച ഇതെന്നെ പണി. എന്താ പണി? റെഡിയായി എവിടെ വരെ വരും? ഗേറ്റിന്റെ എവിടെ വരും? പറവുകാരൻ പറഞ്ഞു കൊടുക്കും. പറവുകാരൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇവിടുന്ന് വിടൂല, പിന്നെ എന്തിനാ ഈ വരണേ? എന്റെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് പറയണ്ടേ, എന്റെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് പറയണ്ട. റബ്ബെ ഞാൻ ഒരുങ്ങി റെഡിയായി ജുമുഅക്ക് ഞാൻ തയ്യാറായിട്ടാണ് റബ്ബ് വന്നത്, പക്ഷെ എന്നെ വിടാനിട്ടാണ്. അതാണ് എന്റെ തടസ്സം. അല്ലാ നീ കാണുന്നുണ്ടല്ലോ റബ്ബെ, അതുകൊണ്ട് എനിക്ക് നീ പ്രതിഫലം നൽകണേ. നിങ്ങൾ ആലോചിച്ചു എന്ത് വിശാലമായ കാഴ്ചപ്പാടല്ലേ. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കട്ടെ. അവരൊക്കെ ആഗ്രഹിച്ച് കൊതിച്ച സ്വർഗം തന്നെ നമ്മൾ ആഗ്രഹിക്കണേ, കൊതിക്കണേ. നമ്മൾ എത്രത്തോളം പണിയെടുക്കുന്നുണ്ട്, സഹോദരങ്ങളെ പോരായ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആ പോരായ്മകൾ പറഞ്ഞിരിക്കലല്ല ചെയ്യേണ്ടത്, ആ പോരായ്മകൾ അതിജീവിച്ച് അല്ലേ, പോരായ്മകൾ അതിജീവിച്ച്. ഇവിടുത്തെ സൽമാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അവിടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അവിടെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പക്ഷെ കഅബത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ വിളിച്ചത് ആരെയാ? ബിലാൽ, ബിലാലെ മുകളിൽ കയറി എന്നിട്ട് ബാങ്ക് വിളിക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു അല്ലേ, ഒരു നിറത്തിനോ വർണ്ണത്തിനോ അതല്ലെങ്കിൽ സമ്പത്തിനോ ഒന്നും ഒരു അവകാശവും റബ്ബിന്റെ അടുക്കൽ അതിനൊരു വലിപ്പവും ഇല്ല. അല്ലാഹുവിന്റെ അടുക്കൽ ആരാണോ സൂക്ഷ്മമായ ജീവിതം കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്നത് അവർ വിജയിക്കും. പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവിടെയും പ്രയാസവും ബുദ്ധിമുട്ടും ഇങ്ങനെ അലച്ചിലും അല്ലേ, മരിച്ചു കഴിഞ്ഞാലും ഇതന്നെയാണെങ്കിലും ഇപ്പൊ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഒന്നും കൂടെ എത്തണില്ല എന്നിങ്ങനെ പരാതി പറയുന്നുണ്ട് ചില ആൾക്കാരെ. സഹോദരങ്ങൾ, ഒന്നിനും സമയമില്ല ആൾക്ക്. ആരും നിസ്കരിക്കുന്നത് ശരിയല്ല. ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയും എന്റെ നിസ്കാരമൊന്നും ശരിയല്ല, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണം, മാറിക്കൂടെ? മാറാൻ പറ്റുമെന്ന് തോന്നണില്ല. അതെന്ത് വർത്താനം? മാറാൻ പറ്റും, പക്ഷെ ആര് ചിന്തിക്കണം? നമ്മൾ ചിന്തിക്കണം. എന്തിനാ ജീവിക്കണേ? പണിയെടുക്കാനാണ്. നമ്മൾ ഏതെങ്കിലും തൊഴുത്തിലെ കഴുതകളോ ഏതെങ്കിലും കന്നുകാലികളോ ആണോ? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. ബുദ്ധിയുള്ള, വിവേകമുള്ള, വിവരമുള്ള അള്ളബോധം നൽകിയ, ചിന്തിക്കാൻ അള്ളാഹു ശക്തി നൽകിയ, അതിനൊക്കെയുള്ള എല്ലാ അവയവങ്ങളും നൽകിയ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. നമ്മുടെ സമയങ്ങൾ വെറുതെ ആയിക്കൂട. അതുകൊണ്ട് ദിക്ർ ചൊല്ലുന്നിടത്തൊരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം വേണം. നോക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിക്റുകൾ, ഏറ്റവും വലിയ ദിക്ർ ഏതാ? ഇന്ന അഅ്ളമ ദിക്റുല്ലാഹി കലാമുഹു സുബ്ഹാന. ഏറ്റവും ആഴമായിട്ടുള്ള ദിക്ർ പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് പാരായണം ചെയ്യാൻ സമയം കണ്ടെത്താം. ഇന്നിപ്പോ സൂറത്തുൽ കഹ്ഫ് ഓതിയവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് മനസ്സമാധാനിക്കാൻ പറ്റും? ഞാൻ ഓതി അൽഹംദുലില്ലാ, എനിക്ക് ഓതാൻ പറ്റും റബ്ബി അൽഹംദുലില്ലാ ഇല്ലേ? സൂറത്തുൽ കഹ്ഫ് വ്യാഴാഴ്ച മഗ്‌രിബ് തുടങ്ങി എന്ത് ചെയ്യാം? ഓതി തുടങ്ങാം. വ്യാഴാഴ്ച മഗ്‌രിബ് തുടങ്ങി ഒരാൾക്ക് ഓതി തുടങ്ങാം. അങ്ങനെ തിരക്കുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം? വെള്ളിയാഴ്ച ചിലപ്പോൾ ജുമാക്കാട് എത്തുള്ളൂ, വ്യാഴാഴ്ച ഓതാം. രാത്രി ഓദിക്കോ, ഇശാ കഴിഞ്ഞിട്ട് ഓദിക്കോ, 10 മണിക്ക് ഓദിക്കോ, സൂറത്തുൽ കഹ്ഫ് ഓദിക്കോ. എന്താണ് ശരിക്കും വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പറയാം. അവിടെ മുതൽ എന്തുണ്ട്? അതിന് സമയമുണ്ട്. അപ്പൊ നമുക്കൊന്നും എന്തില്ല. മൊബൈൽ കണ്ട് 12 മണി ഇരിക്കാൻ ഒരു കുഴപ്പമില്ല. ഖുർആൻ പറ്റി 12 മണി ഇരുന്നാലോ? ഒരു വാത് കേട്ടിട്ട് എത്ര നേരം ഇരിക്കും? അതിനിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചില ആളുകളൊക്കെ ഖുർആൻ കേട്ടാ ഉറങ്ങണേ. അത് ശീലിക്കരുത്, അത് ശീലാക്കരുത്. വാത് കേട്ട് ഉറങ്ങരുത്, ശീലാക്കരുത്. കാരണം എന്താ? പിന്നെ വാത് കേട്ട ഉറക്കം വരും. അതിങ്ങനെ കേട്ട ഉറക്കം വരും. ചില ആൾക്കാരൊക്കെ 20 മിനിറ്റോളം ക്യൂറ്റിലസിൽ ഇരുന്നിട്ട് ഉറങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ വല്ലാത്ത പിശാചിന്റെ സ്വാധീനമുണ്ടോ? 20 മിനിറ്റ് ഇരിക്കാൻ പോലും പറ്റണില്ല, ഉറങ്ങാണ്. സഹോദരങ്ങളെ, വളരെ അപകടമാണ്, ശ്രദ്ധിക്കണം. അപ്പൊ ദിക്റുള്ള, അള്ളാഹുവിന്റെ ദിക്റുകളിൽ അഫ്ദലായിട്ടുള്ള ഖുർആനോത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, ഒരു ഹർഫ് ഓതിയ 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ. 30 പുണ്യാണ് അലിഫ് ലാം മീം. നോക്കിക്കഴിഞ്ഞാൽ കിട്ടാം. ഒരു പേജ് ഓതിയാലോ?
ഒരു ജുസ് ഓതിയാൽ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ഇല്ലേ, എത്ര പുണ്യങ്ങളാണ്. സഹാബത്ത് പള്ളിയിൽ നിന്ന് ഓതും, എന്നിട്ടോ അതിങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് അതിന് ബാക്കി ഓതും. എങ്ങനെ? പള്ളിയിൽ നിന്ന് ഓതും. നമ്മളെന്താ ചിന്തിക്കുക? പള്ളിയിൽ നിന്ന് ഓതും, വീട്ടിൽ ഖുർആൻ കാണുമ്പോൾ എന്താ ചിന്തിക്കാം? കുറെയൊക്കെ പള്ളിയിൽ നിന്ന് ഓതിയല്ലേ, ഇനി എന്തിനു പോതനെ? നമ്മൾ അങ്ങനെ ചിന്തിക്കുക. സഹാബത്ത് അങ്ങനെയല്ല. പള്ളിയിൽ നിന്ന് ഓതിയിട്ട് എന്ത് ചെയ്യും? പിന്നെ അത് അടച്ചു വെച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി എന്ത് ചെയ്യും? അവർ ഓതും. അവർക്കും കുടുംബം ഉണ്ടായിരുന്നു, അവർക്കും മക്കളുണ്ടായിരുന്നു, അവർക്കും കച്ചവടം ഉണ്ടായിരുന്നു. അവരും ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്, അവരും ഈ ദുനിയാവിൽ നമ്മളെ പോലെ എല്ലാം ചെയ്തവരാണ്. നമുക്കെന്തില്ല? നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സമയത്തിന് ബർക്കത്ത് കുറയുന്നുണ്ടോ എന്നൊന്ന് നമ്മൾ ആലോചിക്കണം. ചില ആൾക്കാർ പറയുമല്ലോ, എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, അത് ബർക്കത്തില്ലായിരിക്കുക. എവിടെയൊക്കെ ഒരു പാളിച്ച ജീവിതത്തിൽ വരുന്നത്. സമ്പാദിക്കുന്നിടത്തോ സമയം ചെലവഴിക്കുന്നിടത്തോ എന്തോ ഒരു അപകടം വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഒന്ന് നന്നായിട്ടൊന്ന് ഇരുന്ന് ചിന്തിച്ച് അവിടെയൊക്കെ ഒരു ക്രമീകരണം വരുത്തിയില്ലെങ്കിലുണ്ട്. ഇങ്ങനെ ഓടണുണ്ടാവും, പക്ഷെ ഒന്നും നടക്കണുണ്ടാവില്ല. എന്നാൽ ചില ആൾക്കാർ അധികം ഓടണമെന്നില്ല, അവർ വിവാദത്തൊക്കെ കറക്റ്റ്, പക്ഷെ എല്ലാം ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാഹ് നടക്കണുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മാറ്റേണ്ട ഒന്ന്, അല്ലാതെ റസൂൽ പറഞ്ഞ ഈ ഹദീസ് മാത്രം മതി കേട്ടോ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും സമാധാനം കിട്ടാൻ. ഒരാളുടെ റിസ്ക് അയാൾക്ക് പൂർണ്ണമായി നൽകാതെ അയാൾ അന്ന് മരിപ്പിക്കൂല. നമുക്ക് തരേണ്ടത് അല്ലാഹ് നമുക്ക് തരാതെ നമ്മെ മരിപ്പിക്കൂല. അഥവാ ഒരു കുപ്പി നമ്മുടെ കയ്യിലുണ്ട്, ഈ കുപ്പി കയ്യിലുണ്ട്, നമ്മൾ വെള്ളം മേടിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് എത്ര കുപ്പി വെള്ളം മേടിക്കാൻ പറ്റും? ഈ കുപ്പിയെ മേടിക്കാൻ പറ്റുള്ളൂ. അത് നേരത്തെ ചെന്നാലും ഈ കുപ്പിയെ മേടിക്കാൻ പറ്റുള്ളൂ, വൈകി ചെന്നാലും ഈ കുപ്പിയെ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കുപ്പി നമ്മുടെ ഉള്ളൂ. നിനക്ക് കിട്ടേണ്ട റിസ്ക്, നിനക്ക് കിട്ടേണ്ട സമ്പത്ത്, നിനക്ക് കിട്ടേണ്ട കച്ചവടം അത് നിനക്ക് കിട്ടൂ. എന്റെ മോനിരുന്ന ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളുന്നില്ല. മോന് വേറെ നല്ലൊരു റിസ്ക് കൊടുക്കാൻ, ഭാര്യ അത് വേറെ റിസ്കാണല്ലോ കൊടുത്തേക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ വാചകം വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കണം. ഇപ്പൊ എന്റെ നിസ്കാരം ഞാൻ ഇതിനെ ഒഴിവാക്കി, എന്റെ ദിക്ർ ചൊല്ലുന്ന സമയം ഞാൻ എന്തിനെ ഒഴിവാക്കി? ഞാൻ ഖുർആൻ ഓതാൻ മടിക്കണെന്തിനാ? ഞാൻ എന്തിനാ ഇബാദത്തുകളിൽ ഒരു അലസത കാണിക്കണെന്തിനാ? ഇവിടെയൊക്കെ വിശാലമായ ചിന്ത നമുക്ക് വരുത്താൻ സാധിക്കും. അതുകൊണ്ട് ചില ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യുക? നാം പതിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരാള് ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരാള് ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കാനത്ത് ലഹു അദല 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലിയാണ്. 10 അടിമകളെ മോചിപ്പിച്ച കൂലി. അത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽ പെട്ടാന്നും ചില ഹദീസുകളിൽ നമുക്ക് റിവായത്ത് കാണാം. 10 അടിമകളെ മോചിപ്പിച്ച കൂലി. ഒരു അടിമേനെ മോചിപ്പിക്കണമെങ്കിലോ കോടിക്കണക്കിന് രൂപയാണ്, നല്ല പൈസ, നല്ല പണമാണ്. 10 അടിമേനെ മോചിപ്പിച്ച കൂലി. എന്താ ചെല്ലണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എല്ലാവർക്കും അറിയും. പക്ഷേ 100 പ്രാവശ്യം എന്ത് ചെയ്യണം? ചൊല്ലണം. അതിന് കുറച്ച് മെനക്കെടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ എന്ത് വേണം? സമയമെടുത്ത് അതിങ്ങനെ ചൊല്ലണം. അതിങ്ങനെ കുറെ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യരുത്? എന്നെ വിടരുത്. ഇതൊക്കെ അള്ളാന്റെ എടുക്കലല്ലേ, നമ്മൾ അള്ളാന്റെ എടുക്കലല്ലേ അല്ലേ? അതിനെ കുറെ പറഞ്ഞു 10 കഴിഞ്ഞിട്ട് ഒരു മടുപ്പ്. അപ്പൊ എന്താ ചെയ്യാ? ഒന്നിങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്യാം, ചിലർക്ക് ഒന്ന് എന്ത് ചെയ്യാം, സമാധാനിക്കാം, പിന്നെ ചൊല്ലാം. മനസ്സിലായില്ലേ? ഒരു മടുപ്പില്ലാതെ അർത്ഥമൊക്കെ ഉൾക്കൊണ്ട് നമ്മളിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കൂലി എന്താ? 10 അടിമനെ മോചിപ്പിച്ച കൂലിയാണ്.